ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ് കുമാർ. ഞാനിപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും, ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടിപ്പം സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ വന്ന ഒരു പേരാണ് അബ്ദുൾ റഹീം. കോഴിക്കോടുള്ള അബ്ദുൾ റഹീം സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. പുള്ളിയുടെ ദിയാധനമായ 34 കോടി സമാഹരിച്ച് കൊടുത്താൽ പുള്ളിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടും. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം വായിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി ഈ കൊച്ചു കേരളം 34 കോടിക്ക് വേണ്ടി ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രയത്നിച്ചിട്ട്, എല്ലാവരും നല്ലപോലെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ച് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ കുറേ ആൾക്കാരുണ്ട്, ബോച്ചെ പോലെയുള്ള ആൾക്കാർ. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമാഹരണം നമ്മൾ നടത്തി. 34 കോടി എന്നുള്ളത് 34,45,00,000 വരെയുള്ള ഫണ്ട് വന്നു അല്ലേ? അതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതേ കേസിൽപ്പെട്ട് കഴിയുന്ന വേറൊരു പെൺകുട്ടിയുണ്ട്, നിമിഷപ്രിയ എന്ന് പറഞ്ഞ്, പാലക്കാടുള്ള ഒരു പെൺകുട്ടി, യമനിയെ കൊന്ന കേസിൽ. അതിൻ്റെ ഫുൾ കേസ് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അങ്ങനെ അധികം അറിയില്ല. ഞാനും നിങ്ങളെപ്പോലെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ്. ഇപ്പം ആ കുട്ടി സ്റ്റിൽ എലൈവ് ആണോ എന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ കുറേ ഇങ്ങനെ അന്വേഷിച്ചപ്പം ബ്ലഡ് മണി ദിയാധനമായ അതിനും എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം ആ കുട്ടിക്ക് മാപ്പ് കൊടുത്താൽ ജയിലിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയും എന്നൊക്കെയാണ് നമുക്ക് ന്യൂസിൽ അറിയാൻ പറ്റുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമുക്കതിനും പ്രയത്നിച്ചുകൂടാ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഒരു ദിവസം 1 രൂപ മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ ഈ കൊച്ചു കേരളത്തിലെ നിന്ന് നമുക്ക് ആ കുട്ടിയെയും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ദ്രവ്യം കണ്ടുപിടിച്ചൂടെ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് എത്രമാത്രം അറിവുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ട് വന്നത്. അത് നിങ്ങൾ ദയവായി തട്ടിമാറ്റി പോകരുത്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഈ ബോച്ചെ പോലെയുള്ള ആൾക്കാരിലേക്ക് ഇതെത്തിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്യുവാണെങ്കിൽ ആ അമ്മയ്ക്ക് ഈ കുട്ടിയെ തിരിച്ചു കിട്ടും. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മായിക്ക് അബ്ദുൾ റഹീമിനെ കിട്ടിയ പോലെ ഈ അമ്മയ്ക്ക് ഈ നിമിഷപ്രിയ എന്ന് പറഞ്ഞ കുട്ടിയെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടിട്ട് നിങ്ങളിതെല്ലാവരിലേക്കും ഫോർവേഡ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹായ്.